ബാർ കോഴക്കേസിൽ വിജിലൻസിന് കോടതിയിൽ തിരിച്ചടി. കെ എം മാണിയെ കുറ്റവിമുക്തനാക്കാൻ വിജിലൻസ് ഡയറക്ടർ അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകിയെന്ന് കോടതി. കോടതി പരാമർശം സർക്കാരിന് തിരിച്ചടിയാണെന്ന് വി എസ് അച്യുതാനന്ദൻ. വാദത്തിനിടെ കോടതി നടത്തിയ പരാമർശം സർക്കാരിന് തിരിച്ചടിയല്ലെന്ന് രമേശ് ചെന്നിത്തല. മൂന്നാറിൽ സമരസ്ഥലത്ത് സംഘർഷം. സ്ത്രീ തൊഴിലാളികൾക്ക് നേരെ സംയുക്ത ട്രേഡ് യൂണിയൻ പ്രവർത്തകരുടെ കല്ലേറ്. മീഡിയ വൺ, ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ ക്യാമറാമാൻമാർക്ക് നേരെ കയ്യേറ്റം. ഒരു പോലീസുകാരനും പരിക്ക്. സംഘർഷം ഒഴിവാക്കാൻ ഇന്നത്തെ സമരം അവസാനിപ്പിക്കുന്നുവെന്ന് സ്ത്രീ തൊഴിലാളികൾ. നാളെ മുതൽ നിരാഹാര സമരം. അർഹരായ മുഴുവൻ പേർക്കും ഉപാധിരഹിത പട്ടയം നൽകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. 35 AIP സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകും. വിഴിഞ്ഞം തീരദേശവാസികൾക്കുള്ള പ്രത്യേക പാക്കേജിനും മന്ത്രിസഭയുടെ അംഗീകാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് 2 ദിവസങ്ങളിലായി നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആദ്യം വോട്ടെടുപ്പ് നടക്കുക വടക്ക് തെക്ക് ജില്ലകളിൽ. മധ്യ കേരളത്തിൽ 2ാം ദിവസം. നവംബർ 15-നകം തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കും. തോട്ടം തൊഴിലാളി സമരം ശക്തമാകുന്നു. തോട്ടം തൊഴിലാളി സമരത്തിനിടെ മൂന്നാറിൽ സംഘർഷം. മാധ്യമപ്രവർത്തകർക്കും പോലീസിനും പരിക്കേറ്റു. സമരം ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് നേരെ സംയുക്ത ട്രേഡ് യൂണിയൻ പ്രവർത്തകർ കല്ലെറിഞ്ഞു. തോട്ടം തൊഴിലാളി സമരത്തിന്റെ ഭാഗമായി ഇന്ന് മൂന്നാറിൽ സ്ത്രീ തൊഴിലാളികളും സംയുക്ത ട്രേഡ് യൂണിയനും നടത്തിയ സമരം സംഘർഷത്തിൽ കലാശിച്ചു. സ്ത്രീ തൊഴിലാളികളുടെ സമരവേദിക്കരികിൽ തന്നെ നിലയുറപ്പിച്ച സംയുക്ത ട്രേഡ് യൂണിയൻ പ്രവർത്തകർ മാധ്യമപ്രവർത്തകർക്കും സ്ത്രീ തൊഴിലാളികൾക്കും നേരെ രാവിലെ മുതൽ തന്നെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്നു. പലവട്ടം സ്ത്രീ തൊഴിലാളികൾക്കിടയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച സംയുക്ത ട്രേഡ് യൂണിയൻ പ്രവർത്തകരെ പോലീസ് ഇടപെട്ട് പിന്തിരിപ്പിച്ചു. വൈകുന്നേരം 4 മണിയോടെ സ്ത്രീ തൊഴിലാളികളുടെ ഇടയിലേക്ക് കല്ലും കുപ്പിയും കമ്പും എറിയുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മീഡിയ വൺ ക്യാമറമാൻ വിൽസൺ കളരിക്കൽ, ഏഷ്യാനെറ്റ് ന്യൂസ് ക്യാമറമാൻ അനീഷ് ടോം, റിപ്പോർട്ടർ ക്യാമറമാൻ എബിൻ സാബു എന്നിവരെ സംയുക്ത ട്രേഡ് യൂണിയൻ പ്രവർത്തകർ ആക്രമിച്ചു. സംഘർഷത്തെ തുടർന്ന് സ്ത്രീ തൊഴിലാളികൾ ഇന്നത്തെ സമരം നിർത്തിവെച്ചു. നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും. മൂന്നാറിലെ സംഘർഷം ബോധപൂർവമാണോ എന്ന് അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അവിടെ ഉണ്ടായ അക്രമ സംഭവങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല. 4ഓളം പോലീസുകാർ ആശുപത്രിയിലാണ് പരിക്ക് പറ്റി. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ന്യായമായി പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ്. മാധ്യമപ്രവർത്തകനെ ആക്രമിച്ച INTUC പ്രവർത്തകനെ 4 ലിറ്റർ മദ്യവുമായി പോലീസ് പിടികൂടി. ഐക്യ ട്രേഡ് യൂണിയൻ പ്രവർത്തകനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട S. രാജേന്ദ്രൻ MLA നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. മീഡിയ വൺ ഇടുക്കി. തോട്ടം തൊഴിലാളികളുടെ സമരം അവസാനിപ്പിക്കുന്നതിനുള്ള പാക്കേജിന് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായില്ല. കൂടുതൽ ചർച്ചകൾക്ക് തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോണിനെ ചുമതലപ്പെടുത്തി. അടുത്ത മാസം 5-ന് വീണ്ടും പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗം ചേരും. അതേസമയം തോട്ട നികുതിയിൽ ഇളവുൾപ്പെടെ സർക്കാർ പരിഗണിക്കുന്നതായ സൂചനയും മുഖ്യമന്ത്രി നൽകി. ഈ വിഷയം സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നു. അഡ്വക്കേറ്റ് പി ലാലാജി ബാബു, CITUവിന്റെ പ്ലാന്റേഷൻ യൂണിയൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ചർച്ചയിൽ പങ്കെടുക്കും. ഫിലിപ്പ് ജോസഫ്, INTUCയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ്, INTUC നിയോഗിച്ച മൂന്നാർ സമരത്തെക്കുറിച്ച് അന്വേഷിച്ച സമിതിയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. ഒപ്പം PA അബ്ദുൽ ഗഫൂർ, കേരള പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ്. അദ്ദേഹം കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. മൂന്നാർ സ്ത്രീ തൊഴിലാളികളുടെ കൂട്ടായ്മയുടെ പ്രതിനിധി ലിസി സണ്ണിയെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം അഡ്വക്കേറ്റ് ലാലാജി ബാബു, മൂന്നാറിലെ സ്ത്രീ തൊഴിലാളികളുടെ സമരം അതിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയപ്പോൾ ഇതൊരു മഹത്തായ സമരമാണെന്നും ട്രേഡ് യൂണിയനുകൾക്ക് അവിടെ സംഭവിച്ച വീഴ്ചകൾ പരിശോധിക്കണമെന്നും ഈ സമരത്തിൽ നിന്ന് വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ടെന്നുമൊക്കെ നേതാക്കൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് അക്രമ സംഭവമുണ്ടായപ്പോൾ, അവിടെ സമരം ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായപ്പോൾ, മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായപ്പോൾ എന്താണ് പഠിച്ചത് എന്ന ചോദ്യം പ്രസക്തമാകുന്നില്ലേ? അവിടെ മൂന്നാറിൽ മാത്രമല്ല സമരം നടത്തുന്നത്. കേരളത്തിലെ 3 ലക്ഷം തൊഴിലാളികൾ ഈ പണിമുടക്കിൽ പങ്കെടുത്തുകൊണ്ട് കേരളം മുഴുവൻ ഈ പണിമുടക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പണിമുടക്ക് നടന്ന സമയത്ത് മൂന്നാറിൽ ഇങ്ങനെ ഒരു ചെറിയ സംഭവം ഉണ്ടായി. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, മദ്യവുമായി ഒരാളിനെ പിടിച്ചു. മദ്യവുമായി പിടിച്ച ആളിനെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെയുള്ള വാസനയുള്ള കുറച്ച് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും മുഴുവൻ ആളുകൾക്കും അറിയാം.
ബോധപൂർവമായി ഈ വനിതാ സഖാക്കളെ ഒരിക്കൽ പോലും ആക്രമിക്കണം എന്ന് ഒരു യൂണിയൻകാരൻ നിർദ്ദേശം കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള ആളുകളെ കൈകാര്യം ചെയ്യുകയും ചെയ്യും. അവർക്ക് പണിമുടക്കാനുള്ള അവകാശമുണ്ട്, സത്യാഗ്രഹം നടത്താനുള്ള അവകാശമുണ്ട്, ഇരിക്കാനുള്ള അവകാശമുണ്ട്. ഇതെല്ലാം അന്യ ആളുകളല്ല, മൂന്നാറിലെ തൊഴിലാളികൾ മാത്രമാണ്. ആ തൊഴിലാളികളെ അറിയാവുന്നവരാണ് മൂന്നാറിലെ ആളുകൾ. ഈ പണി ചെയ്ത ആളുകൾക്ക് പോലും അവരെ അറിയാവുന്ന ആളുകളാണ്. അത് വളരെ മോശമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അഡ്വക്കേറ്റ് പി ലാലാജി ബാബു, താങ്കൾ സൂചിപ്പിക്കുന്നത് മദ്യം കഴിച്ചെത്തിയ ഏതാനും പ്രവർത്തകർ അവിടെ സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന നിലയിലേക്ക് കാര്യങ്ങളെ ചുരുക്കി കാണാൻ സാധിക്കുമോ? ഇന്ന് രാവിലെ മുതൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിനിധികൾ, മറ്റ് മാധ്യമപ്രവർത്തകർ ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം, പ്രകോപനം സൃഷ്ടിക്കാൻ സംയുക്ത ട്രേഡ് യൂണിയന്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടായിരുന്നു, പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചിരുന്നു. അതിനിടയിൽ ഒരു വട്ടം സംഘർഷം ഉണ്ടായി, അത് തണുത്തു. അതിനുശേഷമാണ് രണ്ടാമതും സ്ത്രീ തൊഴിലാളികൾക്ക് നേർക്ക് കല്ലും കുപ്പിയും വടിയും ഒക്കെ വലിച്ചെറിയുന്നത്. അത് പകർത്താൻ ശ്രമിച്ചപ്പോഴാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണമുണ്ടാകുന്നത്. ഇത് വളരെ യാദൃച്ഛികമായി സംഭവിച്ച ഒരു കാര്യം മാത്രമാണ് എന്ന് ചുരുക്കി കാണുന്നത് ശരിയാണോ? ആക്രമിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ആരെയും ആക്രമിക്കുകയാണെങ്കിൽ ഇത്തരത്തിലല്ല വരുന്നത്. അങ്ങനെ ബോധപൂർവമായ ഒരു ആക്രമണം ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകില്ല. കാരണം ഈ സഹോദരികളെല്ലാം അവിടെയുള്ള ആളുകളാണ്, പുതിയതായിട്ടൊരു വരുന്നതല്ല. ഇപ്പോൾ നമുക്കറിയാം, സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ എത്രയോ സംഘർഷപരമായ അടിയും ഇടിയും പിടിയും എല്ലാം നടക്കുന്നു. കാരണം അവർ തമ്മിലടിയല്ല നടക്കുന്നത്, മൃഗീയമായ മർദ്ദനവും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. ഇതൊരു സമരത്തിൻ്റെ അകത്ത് ചില സ്ഥലങ്ങളിൽ സ്വാഭാവികമായും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ സാധാരണ നിലയിൽ ഉണ്ടാകുന്നതും ശരിയല്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇതിൽ ഏതാനും ചില ആളുകൾ ഇന്റൻഷണലായിട്ട് ചെയ്ത പരിപാടിയാണ്. അതിനെ മുഴുവൻ ട്രേഡ് യൂണിയന്റെ ആളുകളും ഈ പണി ചെയ്യുന്നവരാണ് എന്ന് ന്യായീകരിക്കുന്നത്. അഡ്വക്കേറ്റ് ലാലാജി ബാബു, ചില ആളുകൾ സംയുക്ത ട്രേഡ് യൂണിയന്റെ സമരത്തെ തന്നെ അപകീർത്തിപ്പെടുത്താനോ അല്ലെങ്കിൽ മോശമാക്കി കാണിക്കാനോ വേണ്ടി മനഃപൂർവ്വം ഇത്തരം അക്രമ സംഭവങ്ങൾ ചെയ്തു എന്ന ആക്ഷേപം താങ്കൾക്കുണ്ടോ? സംയുക്ത ട്രേഡ് യൂണിയന്റെ ആയിരക്കണക്കിന് ആളുകൾ വരുന്നതിൻ്റെ അകത്ത് നല്ല ആളുകളും ചീത്ത ആളുകളും ഉണ്ടാകാം. അത് സ്വാഭാവികമാണ്, അത് എവിടെയായാലും ഉണ്ടാകാവുന്നതാണ്. ഇത് അറസ്റ്റ് ചെയ്ത ആളുകൾ മദ്യക്കുപ്പിയുമായിട്ട് വന്നവരാണ് എന്ന് മീഡിയാസ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വബോധമുള്ള ആളുകൾ ആരും ഈ സമരം ചെയ്യുന്ന സ്ത്രീകളെ ആക്രമിക്കത്തില്ല. പറഞ്ഞു കേട്ടിട്ടില്ലേ? ലാലാജി ബാബു, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഐക്യ ട്രേഡ് യൂണിയന്റെ അംഗങ്ങളെ അറസ്റ്റ് ചെയ്തു, അവരെ വിട്ടയക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ സമരം ചെയ്തിരുന്ന നേതാക്കൾ തന്നെ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും സമരം നടത്തുകയും ഒക്കെ ചെയ്യുന്നത്? മദ്യപിച്ച് എത്തിയ ആളുകളാണ് അക്രമം നടത്തിയതെങ്കിൽ അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള നേതാക്കൾ പിന്നെ പ്രതിഷേധിക്കുന്നത് എന്തിനാണ്? ഈ അറസ്റ്റ് ചെയ്തതിൻ്റെ അകത്ത് മദ്യപിച്ചിട്ടുള്ളവരും കാണും, നിരപരാധികളായ ആളുകളും കാണും. എവിടെയെങ്കിലും ഒരു അക്രമം ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതൊന്നും പ്രതികളെയല്ല, പ്രതികളായിട്ടുള്ള ആളുകളെല്ലാം സ്ഥലം വിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യും. നിരപരാധികളെയാണ് പോലീസ് സാധാരണ കേസുകളിലെല്ലാം അറസ്റ്റ് ചെയ്യുന്നത്. മൂന്നാറിലും നിരപരാധിയെ വിടാനേ പറഞ്ഞുള്ളൂ. മറ്റേ മടങ്ങിയെത്താം. ശ്രീ പി എ അബ്ദുൽ ഗഫൂർ, കേരള പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് പി എ അബ്ദുൽ ഗഫൂർ. ഇന്ന് മാധ്യമങ്ങൾക്ക് നേരെ അവിടെ കയ്യേറ്റ ശ്രമമുണ്ടായി, 3 ചാനലുകളുടെ ക്യാമറാമാൻമാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇത് വളരെ യാദൃച്ഛികമായുണ്ടായ ഒരക്രമമാണ് മാധ്യമങ്ങളുടെ നേരെ എന്ന് മൂന്നാറിലെ സ്ത്രീ തൊഴിലാളികളുടെ സമരങ്ങളുടെ റിപ്പോർട്ടിങ്ങുമായി കൂടി ബന്ധപ്പെടുത്തി ആലോചിക്കുമ്പോൾ നമുക്ക് കരുതാൻ സാധിക്കുമോ? അങ്ങനെ കരുതാൻ യാതൊരു ന്യായീകരണവുമില്ല. കാരണം പത്രപ്രവർത്തകർ അവരുടെ ജോലി ചെയ്യുകയാണ്. പത്രപ്രവർത്തകരുടെ ഒരു ട്രേഡ് യൂണിയൻ ഭാരവാഹി എന്ന നിലയിലാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് തന്നെ. ഈ സമരം പുറത്തേക്ക് കൊണ്ടുവന്നത് പത്രപ്രവർത്തകരാണ്. അക്കാര്യത്തിൽ അത് അവിടെ പലർക്കും ഈ പത്രപ്രവർത്തകരോട് ഉള്ള അരിശമാണ് ഇന്ന് തീർത്തത് എന്ന് വേണം കരുതാനായിട്ട്. പത്രപ്രവർത്തകർ അവരുടെ ജോലി ചെയ്യുകയാണ്. ആ ജോലി ചെയ്യാനുള്ള സാഹചര്യവും അതിനുള്ള അവകാശവും നൽകേണ്ട ട്രേഡ് യൂണിയൻ പ്രവർത്തകർ തന്നെ ഇത്തരം രീതിയിൽ പെരുമാറുന്നത് വളരെ നിർഭാഗ്യകരമാണ് എന്നേ പറയാൻ കഴിയൂ. അപ്പോൾ ഇന്നുണ്ടായ അക്രമ സംഭവങ്ങളിൽ ട്രേഡ് യൂണിയൻ സംഘടനകൾ അവർ നിർബന്ധമായും അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും അത് ചെയ്ത അവരുടെ പ്രവർത്തകർക്ക് നേരെ നടപടിയെടുക്കുകയും വേണമെന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായ അല്ലെങ്കിൽ ആദ്യമായി മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു നിർദ്ദേശം. ഈ പത്രപ്രവർത്തകർക്ക് നേരെ അക്രമം നടക്കുമ്പോൾ കാണികളായിരുന്ന പോലീസുകാർക്കെതിരെയും നടപടികൾ ഉണ്ടാവണം. ജോലി ചെയ്യാനുള്ള സാഹചര്യവും അവകാശവും പത്രപ്രവർത്തകർക്ക് കിട്ടുക എന്നുള്ളതാണ്
ആദ്യമായി ചെയ്യേണ്ടത്. അതിന് ട്രേഡ് യൂണിയനുകൾ മുന്നിട്ടിറങ്ങണം. ഞങ്ങളും ഞങ്ങളുടെ ജോലി ചെയ്യുകയാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകർ അവർ ഇന്ന് ജോലി ചെയ്യാൻ ഇറങ്ങിയ സഹപ്രവർത്തകർ അവർക്ക് മർദ്ദനമേറ്റിട്ട് 4 പേർ ഇന്ന് ആശുപത്രിയെ സമീപിച്ചു. 6ലധികം പേർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. അപ്പോൾ അതിനെ നിസ്സാരമായി കാണുകയും മദ്യപിച്ച ആളുകളാണ് ചെയ്തത്, അല്ലെങ്കിൽ അവരാണ് സ്ത്രീ തൊഴിലാളികളെ ആക്രമിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരമായി കാണാൻ നമ്മുടെ ട്രേഡ് യൂണിയൻ സഖാക്കൾ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ശ്രീ പി എ അബ്ദുൽ ഗഫൂർ, ഇവിടെ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇത്തരം ഏതെങ്കിലും സമരങ്ങൾക്കിടയിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കവർ ചെയ്യാൻ പോകുന്നവരെ തടയുക അല്ലെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുക എന്നത് പല ഘട്ടങ്ങളിലും നമ്മൾ കാണാറുണ്ട്. മൂന്നാറിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ സ്ത്രീ തൊഴിലാളികളുടെ സമരം പുറത്തേക്ക് കൊണ്ടുവരുന്നതിൽ മാധ്യമങ്ങൾ വഹിച്ച പങ്ക് വലുതായിരുന്നു. അന്ന് ട്രേഡ് യൂണിയനുകൾക്കെതിരെ സ്ത്രീ തൊഴിലാളികൾ ട്രേഡ് യൂണിയനുകളുടെ ഓഫീസ് ഉപരോധിക്കുന്നു, അവരെ തടയാൻ ശ്രമിക്കുന്നു, അങ്ങോട്ടെത്തിയ രാഷ്ട്രീയ നേതാക്കളെ തിരിച്ചയക്കുന്നു. ഇതൊക്കെ മാധ്യമങ്ങൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇതിലുള്ള ഒരു അസന്തുഷ്ടി ഒരുപക്ഷെ ഇന്ന് ട്രേഡ് യൂണിയൻ നേതാക്കളും അവരുടെ പ്രവർത്തകരും പ്രകടിപ്പിച്ചതിൻ്റെ ഭാഗമായി കൂടിയല്ലേ ഈ ആക്രമം എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഈ പത്രപ്രവർത്തകർക്ക് നേരെ അക്രമം നടക്കുമ്പോൾ ട്രേഡ് യൂണിയൻ്റെ ഭാരവാഹികൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അവിടെ നിന്നുള്ള എല്ലാ പത്രപ്രവർത്തകരും പറയുന്നത്. ഈ ഒരു അസന്തുഷ്ടി അതിലുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഈ സമരം കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് മൂന്നാറിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം എന്നാണ് എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കളും ആവശ്യപ്പെട്ടത്. അതിനെ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ അത് റിപ്പോർട്ട് ചെയ്യുകയും നാട്ടുകാരിൽ എത്തിക്കുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ പത്രപ്രവർത്തകരെ ആക്രമിക്കാൻ തുനിഞ്ഞു എന്നുള്ളത് ഒരു സത്യമാണ്. അതിനെ നമ്മൾ നിഷേധിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. റൈറ്റ്, മടങ്ങിയെത്താം. ശ്രീ ഫിലിപ്പ് ജോസഫ്, സംഘടിതമായ ട്രേഡ് യൂണിയനുകൾക്ക് മൂന്നാറിലെ തൊഴിലാളികൾക്കിടയിൽ സ്വാധീനം നഷ്ടപ്പെടുന്നു എന്നൊരു തോന്നൽ കഴിഞ്ഞ സമരകാലത്ത് സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അതിനൊരു മാറ്റമുണ്ടാകണമെങ്കിൽ അന്ന് സമരം ചെയ്ത ആളുകളെ ഭീഷണിപ്പെടുത്തിയോ ഭയപ്പെടുത്തിയോ ഒക്കെ ഒപ്പം നിർത്തേണ്ടതുണ്ട് എന്നൊരു തോന്നൽ ട്രേഡ് യൂണിയനുകൾക്കുണ്ടായിട്ടുണ്ടോ? അതിൻ്റെ ഭാഗമായാണോ ഈ സമരത്തിൻ്റെ 2ാം ഘട്ടത്തിൽ സ്ത്രീ തൊഴിലാളികൾ സമരം ആരംഭിച്ച ദിവസം തന്നെ അവർക്കു നേരെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളികൾ ഉണ്ടായത്, ഒടുവിൽ അത് സംഘർഷത്തിൽ കലാശിച്ചത്? കേരളത്തിലെ ട്രേഡ് യൂണിയനുകൾക്ക് അത്തരത്തിലുള്ളൊരു ചിന്ത ഉണ്ടായിട്ടില്ല. മൂന്നാറിലുണ്ടായ അക്രമം, പത്രപ്രവർത്തകർക്ക് നേരെ ഉണ്ടായ അക്രമം അപലപനീയമാണ്. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുതായിരുന്നു. കാരണം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഈ സമരത്തെ പുറം ലോകത്ത് എത്തിക്കുകയും ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തത് പത്രപ്രവർത്തകർ തന്നെയാണ്. അതുകൊണ്ട് പത്രപ്രവർത്തകർക്ക് നേരെ നടന്ന മർദ്ദനം അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രൂരമായ മർദ്ദനം തീർത്തും അപലപനീയമാണ്. അതിനെ ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അതിനെ അപലപിക്കുന്നു. പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. കേരളത്തിൽ ഒട്ടാകെ തോട്ടം മേഖലയിൽ 29-ാം തീയതി മുതൽ സമരത്തിലാണ്. 99% വരുന്ന ഈ മേഖലയിലെ തൊഴിലാളികൾ സമരത്തിൽ നിൽക്കുമ്പോൾ അന്ന് മൂന്നാറിലെ സ്ത്രീ തൊഴിലാളികൾ സമരത്തിൽ വന്നിരുന്നില്ല. ഇന്നലെയാണ് അവർ സമരത്തിലേക്ക് വന്നത്. അവരുടെ സ്വാധീനം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായി. സ്ത്രീ തൊഴിലാളികൾ അവിടെ ഉന്നയിച്ച ആവശ്യങ്ങൾ ആരും എതിര് പറഞ്ഞില്ല. അത് തോട്ടം മേഖലയിലെ തൊഴിലാളികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമതകളും അവരുടെ ബുദ്ധിമുട്ടുകളും അത് എല്ലാ ജനങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് പരിഹരിക്കണം. പക്ഷേ 29-ാം തീയതി മുതൽ മിനിമം 500 രൂപ കൂലിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംയുക്ത ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിലുണ്ടായ സമരം കേരളത്തിൽ പരിപൂർണ വിജയമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അന്ന് സ്ത്രീ തൊഴിലാളികൾ സമരത്തിന് എത്തിയിരുന്നില്ല. ഇന്നാണ് അവർ സമരത്തിലേക്ക് കടന്നു വന്നത്. സ്വാഭാവികമായും സമരത്തിലേക്ക് വന്ന് അവിടെ ഉണ്ടായ പ്രകോപനത്തിൽ യാദൃച്ഛികമായിട്ടായിരിക്കും സ്വാഭാവികമായി അവിടെ അക്രമം ഉണ്ടായത്. ഈ അക്രമം മനഃപൂർവ്വം. ഫിലിപ്പ് ജോസഫ്, 29-ാം തീയതി മുതൽ ട്രേഡ് യൂണിയനുകൾ സമരത്തിലാണ്. ആ ദിവസം തന്നെ, നിങ്ങൾ സമരം പ്രഖ്യാപിച്ച ദിവസം തന്നെ സ്ത്രീ തൊഴിലാളികൾ പ്രഖ്യാപിച്ചിരുന്നു 2ാമതൊരു പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗം കൂടി ചേരുന്നുണ്ട്, അതിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുക. ആ പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിയിൽ തീരുമാനമുണ്ടായില്ല. ഇന്നു മുതൽ അവർ സമരം പ്രഖ്യാപിച്ചു, അവർ സമരം ആരംഭിച്ചു. ഈ സമരത്തിന് 2 കൂട്ടരും ഒരേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചെയ്യുന്നൊരു സമരത്തിന് എന്തിനാണ് സംയുക്ത ട്രേഡ് യൂണിയൻ പ്രവർത്തകർ നിരുത്സാഹപ്പെടുത്താനോ അല്ലെങ്കിൽ ആക്രമിച്ച് ഇല്ലാതാക്കാനോ ഒക്കെ ശ്രമിക്കുന്നത്?
അല്ല, അത്തരത്തിലുള്ള ഒരു ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സമീപനം അവിടെ ഉണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല. സ്വാഭാവികമായും സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രചരണവും പരിപാടികളും നടത്തുമല്ലോ. അതൊക്കെ സ്വാഭാവികമാണല്ലോ. അവിടെ ഉണ്ടായത് സ്ത്രീ തൊഴിലാളികളുടെ സമീപത്തേക്ക് സംയുക്ത ട്രേഡ് യൂണിയൻ്റെ ആളുകൾ ചെന്ന് ബഹളമുണ്ടാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ അറിയുന്നത്. സ്വാഭാവികമായും സംയുക്ത ട്രേഡ് യൂണിയൻ്റെ പ്രവർത്തകന്മാർ പ്രകടനമായി ചെന്നപ്പോൾ അതിനകത്ത് മനഃപൂർവ്വം ആരെങ്കിലും അവിടെ പ്രശ്നമുണ്ടാക്കി അവിടെ ഇഷ്യൂ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആരെങ്കിലും കരുതി കൂട്ടി ചെയ്തതാകാനാണ് സാധ്യത. അല്ലാതെ ലിസി സണ്ണി, മൂന്നാർ സമരസമിതിയുടെ പ്രവർത്തക, അവർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ലിസി സണ്ണി, ഇപ്പോൾ പറഞ്ഞതൊക്കെ കേട്ട് കാണും. ഈ പറഞ്ഞ വിധത്തിൽ തന്നെയാണോ സംയുക്ത ട്രേഡ് യൂണിയൻ ഒരു സമരം നടത്തുന്നു, അവരൊരു പ്രകടനം നടത്തുന്നു, ആ പ്രകടനത്തിന്റെ ഇടയിൽ ആരെങ്കിലുമൊക്കെ കയറിക്കൂടി ഒരു അക്രമം ഉണ്ടാക്കിയതാകാനാണ് സാധ്യത, അത് മാത്രമേ ഉള്ളൂ? അതോ നേരത്തെ മുതൽ നിലനിൽക്കുന്ന ചില അസന്തുഷ്ടിയുടെ പ്രകടനം ഈ അക്രമത്തിന് പിന്നിലുണ്ടോ? ഇല്ല സാർ, ഒരിക്കലും ഇല്ല. അവര് കാലത്ത് മുതലേ ഞങ്ങളെ ആക്രമിക്കാനുള്ള തീരുമാനമാണ് അവർക്ക്. അവരിന്ന് സമരത്തിലേക്ക് വന്നപ്പോൾ മുതൽ ഞങ്ങളെ കണ്ണുവെച്ചുകൊണ്ട് ഞങ്ങളെ പ്രശ്നം ഉണ്ടാക്കണമെന്നുള്ള ഒറ്റ തീരുമാനമാണ് അവർക്ക്. ഞങ്ങളുടെ കേസ് എങ്ങനെയെങ്കിലും പൊളിക്കണം, ഈ പെണ്ണുങ്ങളെ ഇവിടുന്ന് ഓടിച്ചു വിടണം, അവരുടെ കൂട്ടത്തിലേക്ക് എല്ലാ ആൾക്കാരെയും ചേർക്കണം. അവര് പറഞ്ഞല്ലോ ഞങ്ങളുടെ കേസ് വിജയിച്ചു എന്ന് പറഞ്ഞല്ലോ. എങ്ങനെ വിജയിച്ചു? വീട് വീടാന്തോറും കയറി ഇറങ്ങി ജോലിക്ക് വരുന്ന ആൾക്കാരെ ബലമായി പിടിച്ച് വീട്ടിലിരുത്തി ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ അവരെ പിടിച്ച് എല്ലാം വലിച്ചു വാരി കളഞ്ഞിട്ട് ഞങ്ങൾ അവരുടെ കാലെ പിടിച്ചിട്ട് എന്ത് പറഞ്ഞു? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇരിക്കണേ, നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണ്. ഇനി ഒരു പറ്റ് ഞങ്ങൾക്ക് പറ്റി, ഇനി അങ്ങനത്തെ പറ്റ് ഞങ്ങൾക്ക് പറ്റത്തില്ല. ഞങ്ങള് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശമ്പളം കൂട്ടി മേടിച്ച് തരും, ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഞങ്ങളുടെ ജീവൻ കൊടുക്കും, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇരിക്കണം എന്ന് പറഞ്ഞ് ബലമായിട്ട് ഓരോ വീടും കയറി ഇറങ്ങി തെണ്ടി നടക്കണമാതിരി തെണ്ടി നടന്ന് ഓരോരുത്തരെയും കെഞ്ചി വീട്ടിലിരുത്താൻ വെപ്പിച്ചാണ്. ആൾക്കാർ മനസ്സായിട്ടിരുന്നതല്ല. ഞങ്ങളോട് മന്ത്രി 2 ദിവസം അവധി പറഞ്ഞു. ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പണി മുടക്കാമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു. പക്ഷേ ഞങ്ങൾ പണി മുടക്കിയാലോ അപ്പൊ ഇവര് തോറ്റു കൊടുക്കണമല്ലോ. അപ്പൊ ഇവരെപ്പോഴും ജയിച്ചു നിൽക്കണം. അവരാണ് ഇവിടുത്തെ നേതാക്കള്, രാജാക്കന്മാരാണ് അവര് രാജാക്കന്മാരായിട്ട് തന്നെ വാഴ്ന്നോട്ടെ, ഞങ്ങൾക്ക് അതിന് പ്രശ്നമില്ല. പക്ഷെ അവര് ഒന്നോർക്കണം, എന്നും ദൈവം അവരുടെ കൂടെ ഉണ്ടാവില്ല, ഈ പാവങ്ങളുടെ കൂടെയും ദൈവം ഉണ്ടാവും. ഞങ്ങളെ ഇന്ന് കാലത്ത് മുതൽ അവരെ ആക്രമിക്കാൻ തുടങ്ങിയതാണ്. ഞങ്ങളോട് വന്ന് അനുവാദം ചോദിച്ചു, ഞങ്ങളും നിങ്ങളുടെ കൂടെ ഇരുന്നോട്ടെ എന്ന്. ഞങ്ങൾ പറഞ്ഞു വേണ്ട, നിങ്ങൾ ഒറ്റയ്ക്ക് സമരം നടത്തിക്കോ, ഞങ്ങൾ ഒറ്റയ്ക്ക് സമരം നടത്തിക്കോളാം. ഇവിടെ ഇപ്പൊ പറഞ്ഞതുപോലെ, ഇപ്പോൾ ട്രേഡ് യൂണിയൻ നേതാക്കളൊക്കെ പറയുന്നത് പോലെ അവർ നടത്തിയ സമരത്തിനിടയിൽ അക്രമ സ്വഭാവമുള്ള അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില ആളുകൾ നിങ്ങളുടെ ഇടയിലേക്ക് കല്ലോ കുപ്പിയോ ഒക്കെ വലിച്ചെറിയുക മാത്രമല്ല സംഭവിച്ചത്. രാവിലെ മുതൽ നിങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനം ഈ ഐക്യ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാകേണ്ടത്. ഇല്ല, ഞങ്ങൾ ഇത്രയും ഞങ്ങൾ അവിടെ സമരം നടത്തി, ഞങ്ങൾ 9 ദിവസം സമരം നടത്തി സാർ. ഒരു ദിവസമെങ്കിലും ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു അശുദ്ധമായ ഒരു വാക്ക് പോലും ഞങ്ങൾ അവരെ പറ്റി സംസാരിച്ചിട്ടില്ല. ഞങ്ങളുടെ നിങ്ങൾ ആദ്യം നടത്തിയ സമരത്തിനിടെ നിങ്ങൾ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ ഓഫീസ് ഉപരോധിച്ചിരുന്നു, അവരുടെ നേതാക്കൾ നിങ്ങളുടെ സമരത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ തിരിച്ചയച്ചിരുന്നു. ഇതൊക്കെ അവരിലുണ്ടാക്കിയ അസന്തുഷ്ടി അല്ലെങ്കിൽ അവരിലുണ്ടാക്കിയ നിങ്ങളോടുള്ള വിയോജിപ്പ്, അതിന്റെ ഒരു പ്രകടനം ഇന്ന് അവർ കാണിച്ചതാകുമോ? അവര് പ്രകടനമായിട്ടൊന്നും വന്നില്ല സാർ, അതൊക്കെ പച്ചക്കള്ളാണ്. അവര് പ്രകടനമേ നടത്തിയിട്ടില്ല. എന്ന് ഞങ്ങൾ പോയി ഇരുന്ന് സമരം ചെയ്തപ്പോ ഞങ്ങൾ സ്വസ്ഥമായിട്ടിരുന്ന് സമരം ചെയ്യായിരുന്നു. ഇവര് ഞങ്ങളെ ആദ്യം അവരെ അപ്പുറയിരുന്നു, അത് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു, അത് കഴിഞ്ഞ് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ വന്നിരുന്ന് ഇവര് സമരം ചെയ്തു. ഞങ്ങളെ പെണ്ണുങ്ങളെയൊക്കെ ഒരുപാട് അപവാദ മര്യാദ ഇല്ലാതെ സംസാരിച്ചു. ഈ സമരം നടത്തുമ്പോൾ ഞങ്ങളെ കല്ലെറിയുമ്പോഴും പോലീസ് 4 പോലീസുകാരെ ആശുപത്രിയിലാണ്, 4 പേരെയും തലയടിച്ചു പൊട്ടിച്ചു, 4 പേരെയും കല്ലും കൊണ്ട് എറിഞ്ഞു, മാധ്യമങ്ങളുടെ ക്യാമറയെല്ലാം നശിപ്പിച്ചു. ഇവന്മാര് വേണമെന്നോർത്ത് തന്നെ ചെയ്താണ് ഇത്. മടങ്ങിയെത്താം. ടെലിഫോൺ ലൈനിൽ ദയവായി അല്പസമയം കൂടെ തുടരണം എന്ന് അപേക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് ലാലാജി ബാബു, ഇവിടെ ലിസി സണ്ണി പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണും. നമ്മൾ നേരത്തെ വിവരിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ ഭിന്നമാണ് കാര്യങ്ങൾ.
രാവിലെ മുതൽ തന്നെ പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമമുണ്ടായിരുന്നു. പ്രകടനമൊന്നും സംയുക്ത ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ നടത്തിയിട്ടില്ല. സ്ത്രീകൾ സമരത്തിനിരുന്ന ഭാഗത്തേക്ക് അടുത്തു ചെല്ലുകയും അവരോട് മോശമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് കല്ലേറുണ്ടായത്, കുപ്പി വലിച്ചെറിഞ്ഞത്, വടി വലിച്ചെറിഞ്ഞത് ഒക്കെ. ഇത് സംഘടിതവും ആസൂത്രിതവുമാണ് എന്ന് അവർ ആക്ഷേപിക്കുന്നതിൽ കഴമ്പില്ലേ? ഇത് സംഘടിതവുമല്ല, ഇത് ആസൂത്രിതവുമല്ല. നേരത്തെ പത്രപ്രവർത്തകൻ്റെ യൂണിയൻ്റെ നേതാവ് പറഞ്ഞു, പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം എത്രയോ അടിയും ഇടിയും വെടിവെപ്പിൻ്റെ ഇടയിലും ചെന്ന് കയറുന്നുണ്ട്. അത് ബോധപൂർവമായിരുന്നുവെന്ന് ആർക്കും പറയാൻ കഴിയില്ലല്ലോ. ഇവിടെയും ബോധപൂർവമായി ഒരു പത്രപ്രവർത്തകരെയും അവരെ എല്ലായിടത്തും ഞങ്ങൾ സംരക്ഷിക്കുന്നവരാണ്. ഞങ്ങൾ ട്രേഡ് യൂണിയൻ്റെ പ്രവർത്തകരാണ്. നിങ്ങൾക്കും അതേപോലെ യൂണിയനുണ്ട്. ആ യൂണിയനിലെ അംഗങ്ങളാണ് നിങ്ങൾ. ഏത് സമയത്തും സംരക്ഷണത്തിന് എത്രയോ പ്രാവശ്യം തിരുവനന്തപുരം സിറ്റിയിലും സെക്രട്ടേറിയറ്റിൻ്റെ അവിടെയും പത്രപ്രവർത്തക യൂണിയൻകാർ അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ശക്തമായ പ്രകടനം നടത്തിയിട്ടുണ്ട്. ആ പ്രകടനങ്ങൾക്കെല്ലാം പിന്തുണ നൽകിയിട്ടുള്ളവരാണ് ഞങ്ങൾ. മൂന്നാറിൽ ഒരു ചെറിയ സംഭവം ഉണ്ടായി. ആ സംഭവം ഉണ്ടായതിന് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് തെറ്റാണ്. ആരാക്രമിച്ചാലും ആ അക്രമം കാണിക്കുന്നത് തെറ്റാണെന്നാണ് പറയുന്നത്. ഇവിടെ ലിസി പറഞ്ഞു, ലിസി 28-ാം തീയതി പണിക്കിറങ്ങിയല്ലോ, 360 തൊഴിലാളികൾ ഉണ്ടായിരുന്നല്ലോ. ആരെങ്കിലും അവരുടെ പണിസ്ഥലത്ത് ആക്രമിക്കുന്നതിന് വേണ്ടി പോയിരുന്നോ? ആരെങ്കിലും ലിസിയും ആളുകളും പണിക്കിറങ്ങരുതെന്ന് പറഞ്ഞിരുന്നോ? അവരെ ആക്രമിച്ചില്ല. ഇന്നലെ 29-ാം തീയതിയുടെ അന്ന് വന്നപ്പോൾ ലിസിയുടെ കൂടെ ഉള്ളവരുടെ എണ്ണം 200 പേരായി. മന്ത്രി ഉടൻ തന്നെ 500 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞ് ഇവിടെ എല്ലാം നാട്ടിൽ വന്ന് പ്രചരിപ്പിച്ചു. അവസാനം എന്ത് സംഭവിച്ചു? 29-ാം തീയതി വന്നപ്പോൾ ഒരു പുരോഗതിയും ചർച്ചയ്ക്ക് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഒരു സെറ്റിൽമെൻറ്റും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, 500 രൂപ പോയിട്ട് 50 രൂപ കൊടുക്കാമെന്ന് പോലും മാനേജ്മെൻറ്റ് പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ലിസി ഇന്നലെ പറഞ്ഞത് ഞങ്ങളും പണിമുടക്കിലേക്കാണ്. ആ പണിമുടക്കിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് ലിസിയോടും മറ്റാളുകളോടും യാതൊരു വിരോധവുമില്ല. ആരും ബോധപൂർവമായിട്ട് ചെയ്തിട്ടുള്ള പണിയുമല്ല ഈ മൂന്നാറിലെ. എത്ര ബോധപൂർവമായി ഉണ്ടെന്ന് പറഞ്ഞാലും അത് അംഗീകരിക്കത്തില്ല. ഈ ഉണ്ടായ തെറ്റ് ആരാണോ ചെയ്ത് തെറ്റിട്ടുള്ളത്, മൂന്നാറിൽ വന്നിട്ടുള്ളതൊന്നും വെളിയിലുള്ള ആളുകളല്ലല്ലോ, കണ്ണൻദേവന്റെ തോട്ടത്തിലെ ആളുകളാണല്ലോ. വെളിയിൽ നിന്നാരും ഗുണ്ടകളെ കൊണ്ടുവന്ന് ലാലാജി ബാബു, അത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നവും. മൂന്നാറിൽ ഇന്നത്തെ സമരത്തിൽ പുറത്തുനിന്ന് ആരുമില്ല, അവിടെയുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും ചോദ്യം ഉയരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ആളുകൾ അക്രമത്തിന് മുതിരുമ്പോൾ, ഇപ്പോൾ ലിസി പറഞ്ഞതുപോലെ അവർക്ക് നേരിട്ടറിയാവുന്ന ആളുകൾ തന്നെയാണ് ഈ അക്രമത്തിന് മുതിരുന്നത്. അവർ ഒരു പ്രകോപനവുമില്ലാതെ സംയുക്ത ട്രേഡ് യൂണിയന്റെ പ്രവർത്തകർ അക്രമം നടത്തി എന്ന് പറഞ്ഞാൽ അത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വിഭാഗത്തിലും ഉണ്ടാകുമല്ലോ ചില ആളുകൾ എന്ന മട്ടിൽ എഴുതിത്തള്ളാൻ സാധിക്കുമോ? അങ്ങനെ എഴുതി തള്ളുകയല്ലാതെ ഇത് സംയുക്ത ട്രേഡ് യൂണിയന്റെ മുഴുവൻ ആളുകളും കൂടെ ചെന്ന് ഈ പാവപ്പെട്ട സ്ത്രീകളെ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കുന്നത് ശരിയല്ല. അത്തരത്തിലുള്ള ആക്രമണം അവിടെ ഉണ്ടായിട്ടില്ല. ഈ ചെയ്ത ആളുകളെ അറസ്റ്റ് ചെയ്തപ്പോൾ നേരത്തെ ചോദിച്ചല്ലോ, അവരെ തള്ളി പറയാൻ ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല. ഈ സ്ത്രീകൾ ഇരിക്കുന്നിടത്ത് പോയി ആക്രമിച്ച ആളുകളെ, അവരുടെ സമ്പാദ്യം ഞങ്ങളുടെ ട്രേഡ് യൂണിയൻ ആവശ്യവുമില്ല. ഈ അക്രമവാസികളായിട്ടുള്ള ആളുകളെ ആരും ട്രേഡ് യൂണിയൻ പ്രോത്സാഹിപ്പിക്കത്തില്ല. ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഗുണ്ടാ സംഘമല്ല. ഗുണ്ടാ സംഘങ്ങളെ അല്ല ട്രേഡ് യൂണിയനുകൾ സംഘടിപ്പിക്കുന്നത്. 10,000, 10,000, ലക്ഷവും ആളുകളെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പ്രസിഡന്റായിട്ടുള്ള യൂണിയനിൽ 2.5 ലക്ഷം തൊഴിലാളികളുണ്ട്. ഒരിടത്തും അക്രമ സംഭവം ഉണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. കേരളത്തിലായാലും ബംഗാളിലായാലും തമിഴ്നാട്ടിലായാലും കർണാടകത്തിലായാലും തൊഴിലാളികളെ ശ്രീ ഫിലിപ്പ് ജോസഫ്, ഇവിടെ രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രസ്താവന ഇന്ന് വന്നിട്ടുണ്ട്. ഇതൊരു ക്രമസമാധാന പ്രശ്നമായി കാണുന്നില്ല, മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയം രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഇതൊരു ക്രമസമാധാന പ്രശ്നമാക്കി മാറ്റി സമരത്തിൻ്റെ രീതി മാറി എന്ന് പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ രീതി മാറിപ്പോയി എന്ന വ്യാഖ്യാനം ഉണ്ടാക്കുക, അതുവഴി ഈ സമരം തന്നെ ഇല്ലാതാകുന്നൊരവസ്ഥ, അവിടേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമം നടക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവിടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരം വളരെ സമാധാനപരമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ ലിസി പറഞ്ഞതുപോലെ സംയുക്ത ട്രേഡ് യൂണിയൻ്റെ പ്രവർത്തകർ അവരെ അങ്ങോട്ട് ചെന്ന് ആക്രമിച്ചു എന്നാണ് അവർ പറയുന്നത്. അത് ശരിയായ ഒരു വാദമല്ല. സ്വാഭാവികമായും പ്രകടനം നടത്തി, ആ പ്രകടനം നടത്തിയതിനകത്തുനിന്ന് ആരോ ഇത്തരത്തിലുള്ള അക്രമം അഴിച്ചുവിട്ടു. ആ അക്രമത്തെ ഒരിക്കലും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. ഇവിടെ
തൊഴിലാളി സംഘടനകൾ എത്രയോ വർഷമായി സംഘടനാ പ്രവർത്തനം നടത്തുന്നു, സമരം നടത്തുന്നു, സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നു, ദിവസങ്ങളോളം മാസങ്ങളോളം വരെ സമരങ്ങൾ നടത്തുന്നു. ഫിലിപ്പ് ജോസഫ്, അത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ട്രേഡ് യൂണിയൻ സംഘടനകൾ ദീർഘകാലമായി പ്രവർത്തിക്കുന്നുണ്ട്. അവരിൽ വിശ്വാസമില്ല, അല്ലെങ്കിൽ അവർ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല, ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ മാനേജ്മെന്റിന് മുന്നിലോ സർക്കാരിന് മുന്നിലോ പ്രതിഫലിപ്പിക്കുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചാണ് ഈ സ്ത്രീ തൊഴിലാളികൾ അവരുടേതായ കൂട്ടായ്മയുമായി രംഗത്ത് വന്നത്. അവരുടെ സമരം വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു. അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ് എന്ന് നേതാക്കളൊക്കെ ആവർത്തിച്ചു. ഈ ഘട്ടത്തിലാണ് രണ്ടാം ഘട്ടത്തിൽ ഒരു സമരമുണ്ടാകുമ്പോൾ അവർക്കെതിരെ ആക്രമണമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ചോദ്യമുയരുന്നതും ഈ ആക്രമണം യാദൃച്ഛികമാണോ എന്നത്. ട്രേഡ് യൂണിയനുകളിൽ വിശ്വാസമില്ല എന്ന് പറയുന്നതിൽ ഒരു സത്യമല്ല. കാരണം നമ്മൾ ആരംഭിച്ച സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള സമരത്തിൽ 99% തൊഴിലാളികളും തോട്ടം മേഖലയിലുള്ളവർ പങ്കെടുക്കുകയാണ്. അവർ തന്നെ പറയുന്നുണ്ടല്ലോ 360 പേരോ 370 പേരോ ആണ് സമരത്തിൽ പങ്കെടുത്തതെന്ന്. അല്ല, പണിയാൻ കയറിയതെന്ന് പറയുന്നുണ്ടല്ലോ, അവർ തന്നെ പറയുന്നുണ്ടല്ലോ. പണിയാനായി 360 തൊഴിലാളികൾ, സ്ത്രീ തൊഴിലാളികൾ മാത്രമാണ് പങ്കെടുത്തത്, അല്ല പണിയുന്നത് എന്ന് അവർ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പം ഈ സംയുക്ത ട്രേഡ് യൂണിയനിൽ തൊഴിലാളികൾക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നത് ശരിയല്ല. ട്രേഡ് യൂണിയൻ, ഈ സമരം ചെയ്യുന്ന സഹോദരിമാരും പറയുന്നുണ്ട് ട്രേഡ് യൂണിയനുകൾ ആവശ്യമാണ് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്ന് പ്രചരിപ്പിക്കുന്ന ട്രേഡ് യൂണിയനുകളുടെ മേൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതും വാദിക്കുന്നതും ശരിയല്ല. ഒരു താൽക്കാലികമായ ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ മൂന്നാറിലെ സ്ത്രീ തൊഴിലാളികൾ നടത്തിയ സമരം അതെല്ലാവരും ഉൾക്കൊള്ളുന്നു. അവരുടെ വിഷമതയും ദുഃഖങ്ങളുമൊക്കെ പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടുള്ള അവർ നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ കൂടുതൽ വിഷമതകൾ അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അവർ നടത്തിയിട്ടുള്ള സമരത്തെ എല്ലാവരും ഉൾക്കൊള്ളുന്നു. പക്ഷേ ഇന്നലെ അല്ലെങ്കിൽ സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന സമരത്തിന് പിന്തുണ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അക്രമം അഴിച്ചുവിട്ടത് എന്ന് അവർ പറയുന്നത് ശരിയല്ല. അത്തരത്തിലുള്ള ലിസി സണ്ണി, ഈ പറയുന്ന വിധത്തിൽ നിങ്ങളുടെ വിഭാഗത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ മുൻപുണ്ടായിരുന്ന ആദ്യഘട്ടത്തിൽ സമരം ചെയ്തിരുന്ന ആളുകളിൽ വലിയൊരു വിഭാഗം കൊഴിഞ്ഞു പോയിരിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണ്, അതുകൊണ്ട് സംയുക്ത ട്രേഡ് യൂണിയന് ഒപ്പം നിന്ന് സമരം ചെയ്യുകയാണ് നിങ്ങൾ വേണ്ടത് എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ആ ആവശ്യം നേടിയെടുക്കുന്നതിന്റെ ഭാഗമായി ചില ഭീഷണിപ്പെടുത്തലുകൾ, അതിന്റെ കൂടെ ഭാഗമാണോ ഇന്നത്തെ അക്രമം? ആരാണ് സാർ ഞങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോയി എന്ന് പറഞ്ഞത്? കൊഴിഞ്ഞു പോയി എന്ന് പറയുന്നത് അവരുടെ തെറ്റിദ്ധാരണയാണ്. അവര് ബലമായിട്ട് പിടിച്ച് തൊഴിലെടുക്കാൻ വരുന്നവരെ ബലമായിട്ട് പിടിച്ചിരുത്തിയിട്ട് 200% ആൾക്കാർ ജോലി ചെയ്തോളൂ എന്ന് പറയുന്നത് അത് അവരുടെ അധികാരം കയ്യിലെടുക്കുന്നതാണ് അവരത്. അങ്ങനെ അവര് ജയിച്ചു എന്ന് ഓർക്കണ്ട. ആ തൊഴിലാളികൾ അവരുടെ കൂടെ അന്ന് പണിമുടക്കി ഇരുന്നാലും അവര് ശമ്പളത്തിനായിട്ടാണല്ലോ, നമ്മുടെ കാര്യത്തിന് വേണ്ടിയാണല്ലോ നമുക്ക് പണി മുടക്കിയേക്കാം എന്നോർത്ത ആൾക്കാർ ഇരുന്നതാണ്. അതല്ലാതെ ഇവരെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടൊന്നുമല്ല. ആൾക്കാർ പണി മുടക്കിയപ്പോ ഇവരെന്തോർത്തു, ഈ ആളുകൾ മുഴുവനും നമ്മുടെ കൂട്ടത്തിൽ കൂടും, നമ്മളൊരു സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ ജനം മുഴുവനും നമ്മുടെ കൂടെ വരും, അപ്പൊ ഈ പെമ്പിള ഒരുമയെ ഇല്ലാതെയാക്കാം, നമ്മള് ഇവിടെ ജയിച്ചു എന്നവര് മുദ്രാവാക്യം വിളിച്ചു. ഞങ്ങളെ ഏറ്റവും മോശമായ രീതിയിൽ ഇന്ന് ആ സ്ത്രീകളും നാട്ടുകാരും കേട്ടിട്ടുണ്ട്. ഇവരുടെ ഇവിടുത്തെ ഗുണ്ടായിസം ഇന്ന് എല്ലാവരും അറിഞ്ഞു. പക്ഷെ ഞങ്ങൾ ആരെയും തോൽപ്പിക്കാനോ ആരെയും വിജയിപ്പിക്കാനോ പോകുന്നില്ല. ഞങ്ങളുടെ ജീവിത രഹസ്യമാണ് ഞങ്ങൾ വിളിച്ചു പറഞ്ഞേക്കുന്നത്. ഞങ്ങൾക്ക് ശമ്പളത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. ഞങ്ങൾ ഇവരോട് ഞങ്ങളുടെ സന്ദേഹം മേടിച്ച്, ഞങ്ങളുടെ എല്ലാ ഡൊണേഷനും മേടിച്ച്, ഞങ്ങൾ അവരാണ് ജീവൻ എന്ന് വെച്ച് ദൈവം എന്ന് വെച്ച് ഞങ്ങൾ ഇരുന്നവരെ ഇന്ന് ശരി സാർ, ഒരാള് എന്തെങ്കിലും കഴിച്ചിട്ട് ഇപ്പൊ അവര് പറയണു വെള്ളം അടിച്ചിട്ട് അല്ലെങ്കിൽ ബ്രാൻഡി കഴിച്ചിട്ടാണ് അടിച്ചൻ. ഒരാളെയല്ലേ അടിക്കാൻ പറ്റുള്ളൂ. 4 പോലീസുകാരുടെ തല പൊട്ടിച്ചു, 3 മാധ്യമങ്ങളുടെ തല പൊട്ടിച്ചു, 2 തൊഴിലാളിയുടെ തല പൊട്ടിച്ചു. അപ്പൊ ഇത് ഒരാളാണോ സാർ എറിഞ്ഞത്? അവിടെ എത്ര നേതാക്കൾ ഉണ്ടായിരുന്നു? MLA ഉണ്ടായിരുന്നു, AK മണി ഉണ്ടായിരുന്നു, എല്ലാ ട്രേഡ് യൂണിയൻ വലിയ നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു? അപ്പൊ എത്ര പേര് എറിഞ്ഞു കാണും? ഈ ചോദ്യങ്ങൾക്ക് ട്രേഡ് യൂണിയൻ നേതാക്കളുടെ ഭാഗത്തു നിന്ന് മറുപടി ലഭിക്കുന്നുണ്ട്. ചർച്ചയിലേക്ക് മടങ്ങിയെത്തുന്നു. ശ്രീ അബ്ദുൽ ഗഫൂർ, ഇവിടെ ട്രേഡ് യൂണിയൻ ഭാരവാഹികളൊക്കെ മാധ്യമപ്രവർത്തകർക്ക് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനത്തിന് വേണ്ട സംരക്ഷണം ഒരുക്കുന്നതിലൊക്കെ അവരുടെ പിന്തുണ അറിയിക്കുന്നുണ്ട്. പക്ഷേ
മൂന്നാറിലെ സംഭവം, ഇന്ന് നടന്ന സംഭവം, അത് മാധ്യമപ്രവർത്തനത്തിന് മാത്രമുള്ളൊരു തടസ്സമല്ല. ഒരു ജനകീയ പ്രക്ഷോഭത്തെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ നേരിടുന്ന വെല്ലുവിളിയാണ്. സാധാരണ നിലയ്ക്ക് സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സംഘടിത ട്രേഡ് യൂണിയനുകളൊക്കെ ഇത്തരം ഒറ്റപ്പെട്ട സമരങ്ങൾ നടക്കുന്നതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കാറുണ്ട്, അവഗണിക്കാൻ ശ്രമിക്കാറുണ്ട്, അത് റിപ്പോർട്ട് ചെയ്യുന്നവരെ ഭീഷണിപ്പെടുത്താനും ഒക്കെ ശ്രമിക്കാറുണ്ട്. ഇതൊരു വിശാലമായ അർത്ഥത്തിൽ നമ്മൾ കാണുമ്പോൾ മൂന്നാറിലേത് നമുക്ക് ഈ പറയുന്ന വിധത്തിലുള്ള ഏറ്റുപറച്ചിലുകൾ കൊണ്ട് മാത്രം മാപ്പാക്കാവുന്ന അല്ലെങ്കിൽ ഒത്തുതീർക്കാവുന്ന ഒരു കാര്യമാണ്. ഇതിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രണ്ട് ട്രേഡ് യൂണിയൻ നേതാക്കളും അവിടെ നടന്ന അക്രമത്തെ തള്ളിപ്പറയാൻ തയ്യാറായി. പത്രപ്രവർത്തകർക്ക് നേരെയുണ്ടായ അക്രമം ആസൂത്രിതമല്ലെന്നും അതിൽ അവർക്ക് ഖേദമുണ്ടെന്നും പറഞ്ഞതിൽ സന്തോഷമുണ്ട്. ട്രേഡ് യൂണിയനുകൾക്കൊപ്പം തന്നെ നിന്നു പോകാനാണ് പത്രപ്രവർത്തക യൂണിയനും ശ്രമിക്കുന്നത്. ഇക്കഴിഞ്ഞ വേജ് ബോർഡ് സംരക്ഷണ സംഗമത്തിലായാലും കാസർഗോഡ് നടന്ന പത്രപ്രവർത്തക യൂണിയൻ്റെ സമ്മേളനത്തിലായാലും ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ അതിൽ പങ്കെടുക്കുകയും ഞങ്ങൾക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ നടന്ന പൊതു പണിമുടക്കിൽ പത്രപ്രവർത്തക യൂണിയൻ പിന്തുണയും അറിയിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ അവസരത്തിൽ തന്നെ പത്രപ്രവർത്തകർക്ക് ട്രേഡ് യൂണിയനുമായി ചേർന്ന് പോകാനാണ് താല്പര്യവും. ഞങ്ങളുടേതും ഒരു ട്രേഡ് യൂണിയനാണ്, അതിൻ്റെ ഭാരവാഹി എന്ന നിലയിലാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ പത്രപ്രവർത്തകർ അവരുടെ ജോലി ചെയ്യുമ്പോൾ അവർ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. പലപ്പോഴും താല്പര്യമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോഴാണ് ആക്രമിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം കൺസ്യൂമർ ഫെഡിൽ നടന്ന അത് റിപ്പോർട്ട് ചെയ്യാൻ പോയ ക്യാമറാമാനും അക്രമമേറ്റു. ഇന്നിപ്പോൾ മൂന്നാറിൽ ഇത് ചെയ്യുന്ന പത്രപ്രവർത്തകർക്കും നേരെയും അതിക്രമം ഉണ്ടായി. യഥാർത്ഥത്തിൽ ഇത് അവരുടെ ജോലി ചെയ്യാനുള്ളൊരു അവകാശം, അത് സംരക്ഷിക്കാനായിട്ട് ട്രേഡ് യൂണിയനുകൾ സംരക്ഷണം നൽകണമെന്നുള്ളതാണ് ഞങ്ങളുടെ മിനിമം ആവശ്യം. കാരണം ഞങ്ങളുടെ സഹപ്രവർത്തകർ ജോലി ചെയ്യുകയാണ്. ജോലി ചെയ്യാനുള്ള കാരണം ആ ജോലി ചെയ്യാനുള്ള അവകാശവും അധികാരവും അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യവും ഒരുക്കി തന്നുകൊണ്ട് പത്രപ്രവർത്തക യൂണിയൻ ഞങ്ങളോട് ട്രേഡ് യൂണിയനുകൾ ഐക്യപ്പെടണമെന്നാണ്. അതിക്രമം ഉണ്ടാകുമ്പോൾ അത് ഉടനടി തന്നെ അത് തിരുത്താനും അതിനുള്ള തിരുത്തിക്കൊണ്ട് അവരെ ബോധവൽക്കരിക്കാനും തയ്യാറാവണമെന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. അത് പറയുമ്പോൾ ഇന്ന് ആ സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ ഇപ്പോൾ ലിസി സണ്ണി സൂചിപ്പിച്ചതുപോലെ ട്രേഡ് യൂണിയൻ്റെ മുതിർന്ന നേതാക്കൾ, ജനപ്രതിനിധികൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇടപെടാനോ മാധ്യമപ്രവർത്തകർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കാനോ ഒന്നും അവർ തയ്യാറായില്ല. അതായത് അവിടെ നടക്കുന്ന സംഗതികൾ മറച്ചു വെക്കേണ്ടതാണ് എന്ന ബോധ്യം അവർക്കുള്ളതുകൊണ്ടാണ് ഒന്ന് അവർ മാധ്യമപ്രവർത്തകരെ പിന്തിരിപ്പിക്കാനോ ആക്രമിക്കാനോ നടന്ന ശ്രമങ്ങളെ തടയാതിരിക്കുന്നത്. അതുകൂടെ ഇവിടെ പ്രസക്തമാണ്. കാരണം അത്രയും മുതിർന്ന നേതാക്കൾ ഉള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ അതിക്രമം സംഭവിക്കുന്നത്. അല്ല, അതിന് മറുപടി പറയേണ്ടത് ഈ ചർച്ചയിൽ തന്നെ പങ്കെടുക്കുന്നത് നമ്മുടെ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാക്കളാണ്. എന്തുകൊണ്ട് അവരുടെ നേതാക്കൾ അത്തരമൊരു ഘട്ടത്തിൽ ഇടപെടുകയോ അല്ലെങ്കിൽ അത്തരമൊരു അക്രമം ഉണ്ടാകുന്നത് തടയുകയോ ചെയ്തില്ല എന്നുള്ളത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഈ രണ്ടുപേർ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത്. കാരണം അതിൽ നമ്മളുടെ പ്രവർത്തകർ അല്ലെങ്കിൽ അവരവരുടെ ജോലി ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ആക്രമിക്കപ്പെട്ടു അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് തടഞ്ഞില്ല എന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രണ്ടുപേരും അവരുടെ നിലപാടുകൾ പറയണമെന്നാണ് ഇക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. റൈറ്റ്, മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് ലാലാജി ബാബു, ഇവിടെ നേരത്തെ ലിസി സണ്ണി സൂചിപ്പിച്ച കാര്യത്തിലേക്ക് കൂടി വരാം. മദ്യപിച്ചെത്തിയ ഒന്നോ രണ്ടോ പ്രവർത്തകരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെങ്കിൽ എങ്ങനെയാണ് 3 മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനമേൽക്കുക, 4 പോലീസുകാർക്ക് പരിക്കേൽക്കുക, നിരവധി തൊഴിലാളികൾക്ക് ആക്രമണമേൽക്കുക? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഏതാനും പേർ മാത്രമല്ല ഈ ആക്രമണത്തിന് പിന്നിലുണ്ടായത് എന്ന് വളരെ വ്യക്തമാണ്. ലാലാജി ബാബു കേൾക്കാമോ? കേൾക്കാം. നേരത്തെ ലിസി സണ്ണി സൂചിപ്പിച്ച കാര്യം കൂടിയാണ് ഞാൻ പറഞ്ഞത്. അതായത് മദ്യപിച്ചെത്തിയ ഏതാനും പേർ മാത്രമാണ് ഈ ആക്രമണം നടത്തിയതെങ്കിൽ 3 മാധ്യമപ്രവർത്തകർ, അതും ഈ അക്രമം റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് അവർ ആക്രമിക്കപ്പെടുന്നത്. 4 പോലീസുകാർക്ക് പരിക്കേറ്റു, ഏതാനും തൊഴിലാളികൾക്കും പരിക്കേറ്റു. അപ്പോൾ ഏതാനും പേർ മാത്രമല്ല ഈ ആക്രമണം നടത്തിയത് എന്നല്ലേ വ്യക്തമാകുന്നത്? ഈ പറയുന്നതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, കേരളത്തിൽ ഇതേപോലുള്ള എത്രയോ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പത്രപ്രവർത്തകർക്കും മറ്റാളുകൾക്കും അടിയും, പോലീസുകാർക്കടിയും, ലാത്തിചാർജും, വെടിവെപ്പും ഇതെല്ലാം സംഭവിക്കാറുണ്ട്. ഇത് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. ചെറിയ ഒരു സംഭവം ഉണ്ടായി, അവിടെ നേതാക്കന്മാർ തടഞ്ഞില്ല എന്ന് പറഞ്ഞു. നേതാക്കന്മാർ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ വൈകുന്നത് വരെ അവിടെ അടി നടക്കുമായിരുന്നു. അങ്ങനെ അടി നടന്നില്ല.
നേതാക്കന്മാരതിൽ ഇടപെട്ട് അവരെ പിടിച്ചു മാറ്റി അറസ്റ്റ് ചെയ്യേണ്ടവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആരാണ് എവിടെ നിന്നാണ് കല്ലെറിയുന്നത്? ഞങ്ങളെ നേതാക്കന്മാരായ ആളുകളെല്ലാം കൂടെ വന്ന് നിന്ന് നിങ്ങൾ കല്ലെറിയൂ, പെണ്ണുങ്ങളെ ആക്രമിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, ഞാൻ അതാ നേരത്തെ സൂചിപ്പിച്ചത്, ഇവിടെ മൂന്നാറിലുള്ള ഇവരുടെ സഹോദരന്മാര്, ഇവരുടെ സഹോദരിമാര്, അങ്ങനെ രക്തബന്ധമുള്ള ആളുകൾ അവരെല്ലാമാണ് അവിടെ കൂടിയത്. ആ കൂടിയിടത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഇതൊരു ഇൻസിഡന്റ് ആണ്. ലാലാജി ബാബു, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് അംഗീകരിക്കുന്നു, ഇത്തരം പ്രശ്നങ്ങൾ പലയിടത്തും പറയുന്നതിൽ അർത്ഥമില്ല. ശ്രീ ലാലാജി ബാബു, താങ്കൾ നേരത്തെ പറഞ്ഞത് അംഗീകരിക്കുന്നു, ഇത്തരം സംഭവങ്ങൾ പലയിടത്തും ഉണ്ടാകാറുണ്ട്, അക്രമങ്ങൾ ഉണ്ടാകാറുണ്ട്, അവിടെയൊക്കെ ചിലപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ കയ്യേറ്റത്തിന് ഇരയാകാറുണ്ട്, ഇതൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ മൂന്നാറിനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകമുണ്ട്. സ്ത്രീ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വലിയൊരു സമരം അവിടെ അരങ്ങേറി. ആ സമരത്തിലേക്ക് നിങ്ങൾക്ക് ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക്, രാഷ്ട്രീയ നേതാക്കൾക്ക് ചെന്ന് ചേരേണ്ടി വന്നു. അങ്ങനെ ചെന്ന് ചേർന്നവരിൽ തന്നെ പലരെയും അവർ മടക്കി അയച്ചു. ഈ സമരം വലിയ സംഭവമാണ്, ഇത് മഹത്തായ സമരമാണ് എന്ന് നിങ്ങളുടെ അടക്കം നേതാക്കൾ പറഞ്ഞു. ട്രേഡ് യൂണിയനുകൾ ഇവിടെ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് നേതാക്കന്മാർ ആവർത്തിച്ചു പറഞ്ഞു. ഇതിനൊക്കെ ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇത് ചർച്ചയാവുന്നതും. 9 ദിവസം അവിടെ ഇരുന്നിട്ട് ഒരൊറ്റ സ്ത്രീ സഖാവിനും ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. പ്രശ്നം ഉണ്ടാകാതെ അവരെ മുഴുവൻ സംരക്ഷിച്ചത് മൂന്നാറിലുള്ള ആളുകൾ തന്നെയായിരുന്നല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് വന്നപ്പോൾ ചില്ലറ സംഭവം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്, ഞങ്ങൾ അതിനെ തള്ളി പറയുന്നല്ലോ. അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. നാളെ മുതൽ അത് ഉണ്ടാകരുത് എന്ന് ഞങ്ങൾ നേതാക്കന്മാരോട് ഇപ്പോഴും വിളിച്ച് സംസാരിച്ചിട്ടാണ് പോകുന്നത്. അക്രമം കാണിക്കാൻ വരുന്നവരെ കൈകാര്യം ചെയ്യേണ്ടത് ട്രേഡ് യൂണിയൻ പ്രവർത്തകന്റെ കടമയാണ്. ഞങ്ങൾ ഒരു അക്രമത്തെയും പ്രോത്സാഹിപ്പിക്കത്തില്ല. അങ്ങനെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാനല്ല ഈ ട്രേഡ് യൂണിയൻ കൊണ്ടുവരുന്നത്. പത്രപ്രവർത്തക യൂണിയന്റെ ആളുകൾക്ക് ശമ്പളം ഇതുവരെ നടപ്പിലാക്കാത്തതിന് ഞങ്ങൾ പ്രമേയവും കാര്യങ്ങളും പാസ്സാക്കിയിട്ടുള്ളവരാണ്. അവരുടെ ജീവൻ രക്ഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നവരാണ്. പക്ഷെ അവരുടെ ജോലി വളരെ റിസ്ക്കുള്ള ജോലിയാണ്. ആ റിസ്ക്കുള്ള ജോലിയായിട്ടാണ് പത്രപ്രവർത്തകർ പോകുന്നത്. എത്രയോ യുദ്ധരംഗത്ത് പോകുന്ന ആളുകൾ, എത്ര ആളുകൾ മരിച്ചു വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മരിച്ചു വീഴുന്നത് പത്രപ്രവർത്തകരല്ലേ അവിടെ മരിച്ചു വീണിട്ടുള്ളത്. എത്രയോ റിസ്ക്, എത്രയോ പത്രപ്രവർത്തകരെ ഭീകരന്മാർ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ ജീവൻ പോലും വിലയിൽ കെട്ടിയിട്ടില്ല. നമ്മൾ ലോകത്തെല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. പക്ഷേ ഇവർക്ക് സംരക്ഷണം വേണം, റിസ്ക്കുള്ള ജോലിയാണ്. ഇപ്പൊ കേരളത്തിൽ കുറെ നാളുകളായി ഈ റിസ്ക് ഒന്നും ഇല്ല. രമേശ് ചെന്നിത്തല പറഞ്ഞതാണ് ശരി. ഇത് ബോധപൂർവമാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. അദ്ദേഹത്തിന് പോലും സംശയമില്ല. അദ്ദേഹത്തിനും സംശയമില്ലാത്ത കാര്യമാണ് നമുക്ക് വലിയ സംശയം ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. ശ്രീ ലാലാജി ബാബു, ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഇതൊരു ക്രമസമാധാന പ്രശ്നമായി കാണുന്നില്ല, അക്രമം സൃഷ്ടിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരമൊരു സംശയം ട്രേഡ് യൂണിയനുകൾക്കുണ്ടോ? ബോധപൂർവമായി അക്രമം സംഘടിപ്പിക്കാനും ഈ സമരത്തെ അട്ടിമറിക്കാനും ശ്രമം നടക്കുന്നു എന്ന സംശയം ട്രേഡ് യൂണിയനുകൾക്കുണ്ടോ? ശ്രമം ഏത് ഭാഗത്തു നിന്ന് വന്നാലും അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് ട്രേഡ് യൂണിയന്. ആ ഉത്തരവാദിത്തം അവർ നിറവേറ്റും. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് എല്ലാവരെയും അറിയാവുന്നവരാണല്ലോ. ബോധപൂർവമായി കൊണ്ടുവന്നാൽ അതും മനസ്സിലാകുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ബോധപൂർവമായിരുന്നെങ്കിൽ അടി വൈകുന്നത് വരെ നടക്കുമായിരുന്നു. ആ സ്ത്രീകൾ അവിടെ നിന്ന് ഓടി ഒളിക്കേണ്ടി വരുമായിരുന്നു. ആ നിലയിൽ വരുമായിരുന്നു. ഇത് ബോധപൂർവമല്ല, ഏതാനും ചില ആളുകൾ കാണിച്ച അക്രമമാണ്. ആ അക്രമം ശരിയല്ല. സ്ത്രീകളെ ആക്രമിക്കുന്ന ആരായാലും അവരെ തള്ളിപ്പറയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇതൊരു ബോധപൂർവമായ ഒരു പ്രവർത്തനവും ഇതിന്റെ പിന്നിലില്ല. ഇതൊരു യാദൃച്ഛിക സംഭവമാണ്. പോലീസുകാർ കയറിക്കൊണ്ടതിൽ വിഷമമുണ്ട്. ലിസി സണ്ണി, ട്രേഡ് യൂണിയൻ നേതാക്കൾ അവർക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് യാദൃച്ഛികമായി നടന്ന ഒരു സംഭവം മാത്രമാണ് എന്ന്. അതിനപ്പുറത്ത് ഈ സ്ത്രീ തൊഴിലാളികളെ ഇത്തരം അക്രമങ്ങളിലൂടെ ഭയപ്പെടുത്തുക അല്ലെങ്കിൽ പേടിപ്പിച്ച് വീട്ടിലിരുത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഈ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കുണ്ടോ? നിങ്ങളോട് ട്രേഡ് യൂണിയൻ നേതാക്കൾ സമരത്തിന് ഒരുങ്ങും മുമ്പ്, അതായത് രണ്ടാം ഘട്ടത്തിൽ നിങ്ങൾ സമരം തുടങ്ങുന്നതിന് മുമ്പ് സംസാരിച്ചിരുന്നു. ആ സംസാരത്തിൽ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്? എന്നോട് സംസാരിച്ചിട്ടില്ല. ഞാൻ എന്ന് ഈ തൊഴിലാളികളുടെ കൂടെ ഇറങ്ങിയിട്ടുണ്ടോ അന്ന് മുതൽ ഞാൻ വിളിച്ചിട്ടുമില്ല, എന്നെ അവർ വിളിച്ചിട്ടുമില്ല. എനിക്കെന്ന ഭീഷണിയൊക്കെ എനിക്ക് പല രീതിയിലും വരാറുണ്ട്. ഞാൻ അതൊന്നും വകവയ്ക്കാറില്ല. പക്ഷേ ഇവര് പറയുന്നുണ്ടല്ലോ സാർ, അവരങ്ങനെ വകവരുത്തിയില്ല എന്ന് അവര് പറയുന്നുണ്ടല്ലോ. ഇത്രയും മുതിർന്ന നേതാക്കൾ ഇരിക്കുമ്പോ ഞങ്ങളെ ഒരു സ്ത്രീകളെ കൊണ്ട് തന്നെ അപമര്യാദയായി ഞങ്ങളെ ചീത്ത വിളിപ്പിച്ചു. അതിനവര് സമാധാനം പറയണം. ഞങ്ങളെ കള്ളക്കഥ കെട്ടിച്ചു. എങ്ങനെ കള്ളക്കഥ? ഞങ്ങൾ മന്ത്രിയുടെ അടുത്ത് പോയപ്പോ
ഞങ്ങൾ മന്ത്രിയുടെ അടുത്തുനിന്ന് സംതിങ് വാങ്ങിച്ചെന്നും ഞങ്ങൾ കള്ളപ്പണം മറ്റുള്ളവരുടെ അടുത്തൊന്നും മേടിച്ചെന്നും. ആരാണ് സാർ കള്ളപ്പണം മേടിച്ചത്? ഈ ട്രേഡ് യൂണിയൻ നേതാക്കളാണ് കള്ളപ്പണം മേടിച്ചത്. ഞങ്ങൾ മേടിച്ചിട്ടില്ല. ഞങ്ങൾ ആരുടെ അടുത്തൊന്നും ഞങ്ങള് ഒരു തുണിക്ക് മറുതുണി ഇല്ലാതെയാണ് ഞങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരം പോയത്. ഞങ്ങൾ പട്ടിണി കിടന്നാണ് സാർ പോയിട്ട് വന്നേ. ഞങ്ങൾ ആരുടെ അടുത്തൊന്നും മേടിച്ചിട്ടില്ല. ഇന്ന് ഇവര് കാറിൽ പോകുന്നുണ്ടെങ്കിൽ ആ കാറ് ഞങ്ങളുടെ കാശാണ്. അവര് വണ്ടിയിൽ പോകുന്നുണ്ടെങ്കിൽ ആ കാശ് ഞങ്ങളുടെ കാശാണ്. അവരാരോടാണ് കളിക്കണേ? ഞങ്ങളോടാ. ഞങ്ങൾ അവരുടെ കാശ് 10 പൈസ ഞങ്ങളെ വെച്ചാണ് അവര്. ലിസിസന്റെ അവസാനമായ ഒരു കാര്യം കൂടി, ഇന്ന് നിങ്ങൾ ട്രേഡ് യൂണിയൻ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ അക്രമത്തെ തുടർന്ന് സമരം നിർത്തിവെക്കുന്നതായി പറഞ്ഞു. നാളെ മുതൽ എങ്ങനെയാണ് സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? നിരാഹാര സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഉണ്ട് സാർ. നാളെ മുതൽ ഞങ്ങൾ സമരം ഈ ഞങ്ങളുടെ ശമ്പളം പ്രശ്നം തീരുന്നവരെ ഞങ്ങൾ നിരാഹാരം കിടക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അത് എന്ന് തീർന്നാലും ശരി, ഒരാൾ അവിടെ മരിച്ചു വീണാലും ശരി, ഞങ്ങൾ ആ നിരാഹാരം നിർത്തില്ല. ശ്രീ ഫിലിപ്പ് ജോസഫ്, ഈ ജനകീയ സമരങ്ങളോട് പൊതുവിൽ സംഘടിത ശക്തികൾക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളാണെങ്കിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു അതൃപ്തി, ജനകീയ സമരങ്ങൾ, ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നവരോട് കാണിക്കുന്ന മനോഭാവം, ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെയും പ്രതിഫലിച്ചിട്ടില്ലേ? പല വിഷയങ്ങളിലും ട്രേഡ് യൂണിയനുകൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള നിലപാടുകൾ എടുക്കുകയും അതിനെ എതിർക്കുന്നവരെ അവഗണിക്കാനോ അല്ലെങ്കിൽ അതിക്രമിച്ചില്ലാതാക്കാനോ ഒക്കെ ശ്രമിക്കുന്ന കാഴ്ച നമുക്ക് അപൂർവമല്ല. അതിൻ്റെ ഒരു ആവർത്തനമായി മൂന്നാർ മാറുന്നുണ്ടോ? അത്തരത്തിലുള്ളൊരു സമീപനം ട്രേഡ് യൂണിയനുകൾക്കില്ല. കാരണം ട്രേഡ് യൂണിയനുകൾ ഉയർത്തുന്ന മുദ്രാവാക്യവും ഉയർത്തുന്ന ആവശ്യങ്ങളും തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ തന്നെയാണ്. സ്വാഭാവികമായും ഇന്ന് സ്ത്രീ തൊഴിലാളികളും അവിടുത്തെ സംയുക്ത സമരസമിതിയും എല്ലാം മുന്നോട്ട് വെക്കുന്ന ആവശ്യമെന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് മിനിമം 500 രൂപ കൂലി ലഭിക്കുക എന്നുള്ളത് ഒരു പൊതുവായ ആവശ്യമാണ്. ആ ആവശ്യത്തിന് വേണ്ടിയാണ് കേരളത്തിലെ തോട്ടം മേഖലയിലെ തൊഴിലാളികൾ ഇന്ന് സമരം നടത്തുന്നത്. സ്ത്രീ തൊഴിലാളികൾ ഉന്നയിക്കുന്ന ആവശ്യവും ട്രേഡ് യൂണിയനുകൾ ഉന്നയിക്കുന്ന ആവശ്യവും ഒന്ന് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ സമരത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ തൊഴിലാളികളുടെ പിന്തുണ എല്ലാ തൊഴിലാളി സംഘടനകളും ഒന്നിച്ചു നിന്ന് പോരാടുന്നതിൻ്റെ ഒരു സംയുക്തമായിട്ടുള്ള ശക്തി കേരളത്തിലെ തോട്ടം മേഖലയിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഫിലിപ്പ് ജോസഫ്, അവസാനമായ ഒരു കാര്യം, നാളെ സ്ത്രീ തൊഴിലാളികൾ കൂടുതൽ ശക്തിയോടുകൂടി സമരത്തിനിറങ്ങും എന്ന് ലിസി പറയുന്നു. നാളെ മുതൽ നിരാഹാര സമരം ആരംഭിക്കുമെന്നും അവർക്ക് നാളെ മുതൽ അവിടെ സ്വസ്ഥമായി സമരം ചെയ്യാൻ ഉള്ള സാഹചര്യം ഉണ്ടാകും എന്ന ഉറപ്പ് സംയുക്ത ട്രേഡ് യൂണിയൻ നൽകുമോ? സ്വാഭാവികമായും അവർ നടത്തുന്ന സമരത്തിൽ ആരും അതിനെ ചെറുതാക്കാനോ അവരില്ലാതാക്കാനോ അവരെ ശല്യപ്പെടുത്താനോ ഒരു ട്രേഡ് യൂണിയൻ നേതാവും പോവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു സമീപനമല്ല ട്രേഡ് യൂണിയനുകൾക്കുള്ളത്. തൊഴിലാളികളുടെ ആവശ്യം ഉന്നയിച്ചു വരുന്ന അല്ലെങ്കിൽ സംഘടിതമായി വരുന്ന ആരെയും അപലപിക്കാനോ അവരെ ഇല്ലാതാക്കാനോ ഉള്ള ശ്രമം ഒരിക്കലും ട്രേഡ് യൂണിയനുകൾ നടത്തിയിട്ടില്ല. പിന്നെ അവിടെ ഉണ്ടായത്, ഇവിടെ തൊഴിലാളികൾ സമരത്തിന് കയറാതിരുന്നു. തൊഴിലാളികൾ സംയുക്ത ട്രേഡ് യൂണിയൻ സമരവുമായി ബന്ധപ്പെട്ട് നിന്നു. വളരെ കുറച്ച് തൊഴിലാളികൾ മാത്രമാണ് പണിക്ക് പോയത്. അപ്പോൾ സ്വാഭാവികമായും സ്ത്രീ തൊഴിലാളികൾക്ക് തന്നെ അവരുടെ ശക്തി കുറഞ്ഞു പോയോ എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതൊരു സത്യം തന്നെയാണ്. ഫിലിപ്പ് ജോസഫ്, ഇത്രയും ആശങ്ക അവർക്കുണ്ട്, അതായത് സ്ത്രീ തൊഴിലാളികളുടെ ശക്തി കുറഞ്ഞു പോയി എന്ന് ഐക്യ ട്രേഡ് യൂണിയൻ അവകാശപ്പെടുമ്പോഴും അവരെ ആക്രമിക്കാൻ ആളുകൾ ഉണ്ടാവുന്നുണ്ട് ഐക്യ ട്രേഡ് യൂണിയന്റെ പ്രവർത്തകരിൽ. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അല്ലാതെ ഐക്യ ട്രേഡ് യൂണിയൻ പ്ലാൻ ചെയ്ത് സ്ത്രീ തൊഴിലാളികളെ ആക്രമിക്കാനൊന്നും ഒരു കാരണവശാലും, കാരണം അവർ ദിവസങ്ങളായി സമരത്തിലിരിക്കുന്നവരാണ്. അവരുന്നയിക്കുന്ന ആവശ്യവും സ്ത്രീ തൊഴിലാളികൾ. അവസാനമായി ലിസി സണ്ണി, നാളെ സമരത്തിനിറങ്ങുമ്പോൾ ഐക്യ ട്രേഡ് യൂണിയന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ നേതാക്കൾ കാണിക്കുന്നത് പോലുള്ള സന്മനോഭാവത്തോടുകൂടിയുള്ള പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അവരിന്ന് വന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും പ്രശ്നം. ഞങ്ങൾ 9 ദിവസം നടത്തി ഒരു പ്രശ്നമില്ലായിരുന്നു. അവര് ഞങ്ങളുടെ അടുത്തേക്കേ വരരുത്. ഞങ്ങൾ സ്വസ്ഥമായിട്ട് ഞങ്ങളുടെ ആവശ്യങ്ങളാണ് ചോദിക്കുന്നത്. അവര് വന്നാലേ പ്രശ്നമാണ്. വളരെയധികം നന്ദി ലിസി സണ്ണി, PA അബ്ദുൽ ഗഫൂർ, ഫിലിപ്പ് ജോസഫ്, ഒപ്പം അഡ്വക്കേറ്റ് P ലാലാജി ബാബു ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ.